നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് ഇത് എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാരും പറയും. എന്ത് പറയും? ഇപ്പോൾ ഒന്നും പറയാറില്ല കേട്ടാ. ഇപ്പോൾ ഒരു അമ്മയും പറയാറില്ല, അമ്മൂമ്മയും പറയാറില്ല, ആരും പറയില്ല. പഴയ കാലത്ത് അമ്മമാരും പറയും, നിങ്ങൾ കരിപ്പ് നേരത്ത് നിങ്ങൾ പുറത്തിറങ്ങരുത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിച്ച സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങരുത്. കാരണം ആ സമയത്ത് ഒരുപാട് ദുഷ്ടാത്മാക്കൾ, ഗതി കിട്ടാത്ത പ്രേതങ്ങൾ അലഞ്ഞു നടക്കുന്ന സമയമാണ്. ആരുടെ ദേഹത്താണ് കയറേണ്ടത്, ആരെയാണ് നമുക്ക് നല്ലൊരു ശരീരം നമുക്ക് കിട്ടുക എന്ന് ഈ പ്രേതാത്മാക്കൾ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ് ഈ കരിപ്പ് നേരം, മൂവന്തി നേരം. ആ മൂവന്തി നേരത്ത് നമ്മുടെ അമ്മമാരൊക്കെ പറയും, നിങ്ങൾ നാമനാമം എത്തിക്കുക. ഇങ്ങനെയുള്ള ആപത്തുകൾ നമ്മുടെ കുടുംബത്തേക്ക് വരാണ്ടിരിക്കാനാണ് ഈ നാമനാമം എത്തിക്കാൻ പറയണത്. നമ്മൾ ഇന്ന് ഏതെങ്കിലും വീട്ടിൽ നാമം എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാ? ഇല്ല എന്ന് തന്നെ പറയാം. 6 മണിയാകുമ്പോൾ തുടങ്ങും സീരിയൽ വയ്ക്കൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 11 മണി വരെ സീരിയൽ തരംഗണം. അമ്മമാരും എല്ലാവരും സീരിയലിന് അഡിക്റ്റാണ്. ഒരാൾ ദൈവത്തിന് വിളിക്കലില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അമ്മമാർക്ക് ടി വിയില്ല, ഒന്നുമില്ല, അതുമില്ല. അമ്മമാർ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അപ്പം നാമനാമം എത്തിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ അതുള്ളൂ, രാമായണം എടുത്ത് വായിക്കും. അപ്പോൾ അതുപോലെ പുറത്തിറങ്ങരുത് എന്ന് പെണ്ണുങ്ങളോടും പറയും, പ്രത്യേകിച്ച് ഗർഭിണികളോട് പറയും. ഇവിടെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ ഭർത്താവ് പോയിട്ട് എത്തിയിട്ടില്ല, ഭാര്യ ഗർഭിണീന്. അവിടെ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഇവർക്കൊരു കുട്ടി വേറെയുണ്ട്. അപ്പോൾ ഈ അമ്മമ്മ എപ്പോഴും പറയും, നീ ഗർഭിണീന് നീ പുറത്തിറങ്ങരുത്തിട്ടാന്ന് പറയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ഒരു കുറച്ച് തുളസിയില എടുക്കാനായിട്ട് ഒരു മൂവന്തിയ നേരത്ത്, കരിപ്പ് നേരത്ത് പുറത്തിറങ്ങിയ ആ സ്ത്രീ അകത്ത് കയറി വന്നത് വേറൊരാളുടെ സംസാരമായിട്ടാണ്. ശബ്ദം മാറി. അതുപോലെ തന്നെ ഏതോ ഒരു വയസ്സായൊരു തള്ള സംസാരിക്കുന്ന പോലെ ഇനി സംസാരിക്കുന്നത്. അതോടുകൂടിയിട്ട് ആകെ ഏതോ നൂറ്റാണ്ടിൽ നടന്ന കഥകളൊക്കെ ഇനി പറയണത്. ഏതോ നൂറ്റാണ്ടിൽ ഈ പറമ്പിൽ ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് പറയണത്. എന്നെ കൊന്നതാണ്, എന്നെ ചതിച്ചതാണ്, എന്നെ കൊന്നിട്ട് അത് ആത്മഹത്യയാക്കി ഓരോ ആൾക്കാരെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് ഈ പറയണത്. ഈ പിച്ചും പേയും പറയണ കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർക്ക് കുറേ സ്കാനിങ് ചെയ്ത്, കുറേ എക്സ്റേ ചെയ്ത്, കുറേ നമ്മുടെ തലയൊക്കെ എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഇതെന്തോ ഒരു ചെറിയൊരു ഡിസോർഡർ. അത് എന്നിട്ട് ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, അതേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ചെറിയൊരു മനോരോഗം പിടിപ്പെട്ടിരിക്കുക, അതൊരു പ്രാന്താണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ കണ്ടിട്ട് പ്രാന്തനുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ അമ്മമ്മ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. ഈ പറയണത് ഭാഷകളും ഈ പറയണ ആൾക്കാരും എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഈ പറയണ കഥകളൊക്കെ അന്വേഷിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിൻ്റെ ഇവളുടെ വയറ്റി അടങ്ങുന്ന കുട്ടിക്ക് വരെ ചിലപ്പോൾ അത് പ്രശ്നമായിട്ട് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭർത്താവിന് മനസ്സിലായി, ഇത് അമ്മമ്മ പറയണത് ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഇതിനെപ്പറ്റി നല്ലൊരു ജ്യോതിഷനെ കണ്ട് ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാൽ. എന്നിട്ട് ഈ ജാതകം കൊണ്ട് പ്രശ്നം വയ്ക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഈ ആൾക്ക് കഷ്ടകാലമാണ്, എന്ത് സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ സമയം മോശമായതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണിക്കർ ഒരാളെ സജസ്റ്റ് ചെയ്തു, ഒരു മന്ത്രവാദീനെ. അവിടെ കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊണ്ടുപോയില്ല, ഭാര്യനെ കൊണ്ടുപോയില്ല. ഇയാൾ പോയിട്ട് മന്ത്രവാദിയുടെ അടുത്ത് സംസാരിച്ചു, ഈ ജാതകം കൊടുത്തു, ഇന്ന ആളാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് ഈ മന്ത്രവാദി പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ വീട്ടിൽ വന്ന് ഈ മണ്ണിൽ കാല് കുത്തുന്നതോടുകൂടി മന്ത്രവാദിക്ക് മനസ്സിലായി, ഈ പുരയുടെ അടുത്ത് ദുരാത്മാക്കളുണ്ട്, ഗതി കിട്ടാത്ത ആത്മാക്കളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച, ഈ മണ്ണിൽ ജീവിച്ച് മരിച്ച് ഇവിടെ കുഴിച്ചിട്ട ഒരു സ്ത്രീയുടെ ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവ് എന്തും ചെയ്യും. നമുക്ക് പെട്ടെന്ന് അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ കുട്ടീനെ അബോർഷനാക്കി കളയുമെന്ന് പറഞ്ഞു.
ഇയാൾ ഇതിൻ്റെ കാര്യങ്ങളും ലിസ്റ്റും അതിൻ്റെ ചാർട്ടും എല്ലാം കൊടുത്തു പോയി 2 ദിവസത്തിനുള്ളിൽ ഈ സ്ത്രീ അബോർഷനായി. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരു ആത്മാവ് കയറി കഴിഞ്ഞാൽ ഉടനടി അവരുടെ ശരീരത്തിൽ വേറൊരു ആത്മാവിനെ കൂടിയിരിക്കാൻ അവർ സമ്മതിക്കില്ല. അത് അവർക്ക് സ്വതന്ത്രമായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അത് അബോർഷനായി പോയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കാനായിട്ട്, നമുക്ക് എന്തായാലും ഈ ഒരു പരിപാടി വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ വന്നത് തിങ്കളാഴ്ചന്. അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ ആത്മാവിന് മനസ്സിലായി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളുടെ കുട്ടീനെ കളഞ്ഞു. ഇതിലൊന്നും ചെയ്യാനില്ല നമുക്ക്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ആത്മാവ് ജീവനും കൊണ്ടേ പോവുള്ളൂ. അതിന് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പൂജകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അന്ന് പൂജ സ്റ്റാർട്ട് ചെയ്യണം. കർമ്മങ്ങളും പൂജകളും മറ്റുള്ള കാര്യങ്ങളും ഇതിനെ ഇരുത്തിയിട്ടും ഒക്കെ ഒരുപാട് പൂജകൾ നടത്തിയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് ഈ ബാധ ഇത്രയൊക്കെ ചെയ്തിട്ടും പൂജയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഈ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ നമുക്കിനി അവസാനത്തെ ഒരു കർമ്മം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശിവക്ഷേത്രത്തിൽ പോകണം. ആ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങളുടെ ഭാര്യ അവിടെ നന്നായി പ്രാർത്ഥിക്കട്ടെ, അവിടെ തൊഴാനായിട്ട് ചെല്ലട്ടെ. ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലേക്ക് നിങ്ങളുടെ ഭാര്യ കടന്നാൽ നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ആ ഒരു ആത്മാവ് ഇറങ്ങി നിൽക്കും. പുറത്ത്, അമ്പലത്തിൻ്റെ പുറത്ത് നിൽക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ തൊഴുത് ഈ സ്ത്രീ തിരിച്ചു വന്നിട്ട് വീണ്ടും കയറാന്നുള്ളത്. അമ്പലത്തിൽ കയറിയ നിങ്ങളുടെ ഭാര്യ നോർമലായിട്ട് സംസാരിക്കും, നിങ്ങളെയൊക്കെ തിരിച്ചറിയും, എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ പൂജയുടെ അവസാന ഘട്ടമാണ്. ഇതിൽ നമുക്ക് ഇതിനെ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ ഒരു കയ്യിൽ. അങ്ങനെ ഈ പൂജാരി മന്ത്രവാദി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേ പോയി കഴിഞ്ഞാൽ പുറത്ത് ഈ ആത്മാവ് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഈ അമ്പലത്തിൻ്റെ പോയ വഴി കൂടെ നിങ്ങൾ തിരിച്ചു വരരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ തന്ന ഒരു മന്ത്രചരട് കൊടുത്തിട്ടുണ്ട്. ഒരു ആവാഹിച്ച് ഒരു ഏലസിൽ ഒരു ആൾരൂപം കുത്തിയിട്ട് അതിൽ പൂജ നടത്തിയിട്ട് ഒരു 41 ദിവസം പൂജ നടത്തിയിട്ടുള്ള ഒരു ഏലസാണ്. ആ ഏലസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഏലസ് ഒരിക്കലും അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ശരീരത്തിൽ കെട്ടാൻ പാടില്ല. അമ്പലത്തിൻ്റെ പുറത്ത് കടന്നിട്ട് കെട്ടണം. അമ്പലത്തിൻ്റെ പുറത്ത് കടന്ന് കെട്ടുമ്പോഴേക്കും ഈ ആത്മാവ് പിടികൂടും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വന്ന വഴി പോയ അങ്ങോട്ട് കയറിയ വഴി കൂടെ ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരരുത്. ശിവക്ഷേത്രത്തിൽ കയറിയിട്ട് ആ അമ്പലത്തിൽ വേറെ ഏതെങ്കിലും മതിൽ ചാടിയിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഈ ഏലസ് കെട്ടുക. പിന്നെ ജീവിതകാലം മുഴുവൻ ഈ ഒരു ആത്മാവിന് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ ചെന്നു. അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുന്നവരെ പിച്ചും പേയും വയസ്സായി തള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഉള്ളിൽ കയറിയോടിയിട്ട് ആൾ നോർമലായി. എന്തിനാ അമ്പലത്തിൽ വരുന്നു? അപ്പോൾ ചേട്ടനോ എന്താ കുറച്ച് എല്ലാവരും പരിചയമുള്ളവരെല്ലൊക്കെ തിരിച്ചറിഞ്ഞു. കൂടിയ ചെന്നവരൊക്കെ അത് കഴിഞ്ഞ് പറഞ്ഞു, നീ നന്നായി ഒന്ന് പ്രാർത്ഥിക്കുക, നീ ദൈവത്തിന് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കുട്ടിയോ എൻ്റെ വയറൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത്, എൻ്റെ കുട്ടി അവിടെ നിന്ന് അപ്പോഴവൾ അന്വേഷിക്കുന്നത്. അതറിയില്ല അവൾക്ക്. അവളല്ലല്ലോ ചെയ്യുന്നത്. ആ ശരീരം നിയന്ത്രിക്കുന്ന ഒരു ആത്മാവല്ലേ. നമുക്കൊന്നും നമ്മുടെ ഒരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് പല ആത്മാക്കളും കിടന്ന് നടക്കുന്നുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. നമ്മുടെ പറമ്പിൽ നടക്കുന്നുണ്ടാവും, റോഡിൽ നടക്കുന്നുണ്ടാവും. നമ്മളതൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ. ഞാൻ അമ്പലത്തേക്ക് കയറിയിട്ട് 1 മണിക്കൂറോളം നിന്ന് അവിടെ പ്രാർത്ഥിച്ചു. പൂജാരി പുറത്തുണ്ട്. ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ചെന്ന വഴിക്ക് ഇയാൾ കംപ്ലീറ്റ് സ്ഥലങ്ങൾ പരിശോധിച്ചു. പുറത്ത് കടക്കാനുള്ള വേറൊരു വഴി, ഒരു ഓട് വഴി. അങ്ങനെ നോക്കി പിന്നെ അവിടെ ഒരു കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ഒരു സൈഡുണ്ട്, ഒരു മതിലിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞിട്ട് അവിടെ ഒരു കമ്പിവേലി വെച്ചിട്ടുണ്ട്. ആ കമ്പിവേലി അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ സ്ത്രീ 1 മണിക്കൂർ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആ കമ്പിവേലിയുടെ പുറത്തേക്ക് കടന്ന വഴിക്ക് ഈ ഏലസ് കെട്ടിയിട്ട് നേരിട്ട് മുമ്പിലേക്ക് വന്നു. മുമ്പിലേക്ക് വന്നപ്പോൾ ആ വഴി കൂടെ തിരിഞ്ഞ് നമ്മുടെ കയറി വന്ന വഴിയിലേക്ക് വന്നു. അവിടെ നോക്കുമ്പോൾ അവിടെ മന്ത്രവാദി നിൽക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രവാദി ചോദിച്ചത്, ഇങ്ങനെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അതേപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഞാനൊരു കർമ്മിയായ കാരണം എനിക്ക് കാണാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ ആത്മാവ് കരയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഈ കർമ്മത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ നിങ്ങൾ അനുഭവിക്കേണ്ട എല്ലാ ദുഷ്ടകഥകളും അതുപോലെ നിങ്ങൾ അനുഭവിക്കേണ്ട എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും നാളെ മുതൽ ഞാൻ അനുഭവിക്കേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ആത്മാവിന് എന്താ പരിപാടി, ഇനി വേറെ ഏതെങ്കിലും നല്ലൊരു ശരീരം ഈ അമ്പലത്തിലേക്ക് വരുന്നവരെയോ അല്ലെങ്കിൽ ഇറങ്ങുന്നവരെയോ നോക്കിയിട്ട് അദ്ദേഹം ആ ആത്മാവ് അവിടെ നിൽക്കും. എന്തായാലും നിങ്ങളുടെ പരിപാടിയത്തിലേക്ക് ഇനി ഈ തള്ളയുടെ ആത്മാവ് വരില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പോകണം. പിന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ തന്നെ ഈ ആത്മാവിനെ ആവാഹിച്ചെടുക്കണം. ഈ ആത്മാവിനെ ഇങ്ങനെ അലയാൻ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പലർക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ശക്തി കുറയുന്ന സമയത്ത് ഞാൻ ആവാഹിച്ച് ഞാൻ ആൾ രൂപത്തിലാക്കിയിട്ട് ഞാനത് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ നമ്മുടെ ആലുവയിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒഴുക്കും. ഈ നമ്മുടെ കാഞ്ഞിരം ആവാഹിച്ച് എടുത്ത് അതിനെ കാഞ്ഞിരമുട്ടിയിൽ ആണി വെച്ച് അടിച്ച് ആത്മാവിനെ ഞാൻ വീണ്ടും കൊണ്ടുപോയിട്ട് ആലുവപ്പുഴയിൽ ഒഴുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ. അത്രയും പണി എനിക്കിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ ആ മന്ത്രവാദി അവിടെ നിന്നു. ഈ ആത്മാവ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പോകണം നോക്കി നിന്നിട്ട് ഇവർ പിന്നാലെ പോകാനും പറ്റില്ല, കരഞ്ഞ് നിൽക്കണം. അത് മന്ത്രവാദിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിൽക്കണ നിപ്പിൽ തന്നെ ഈ ആത്മാവിൻ്റെ ശക്തി ഇങ്ങനെ ക്ഷയിച്ച് വരണം. ക്ഷയിച്ച് വരുന്നോട് കൂടിയിട്ട് ആവാഹിച്ച് ഈ നമ്മുടെ ആണിയിലേക്ക് ആക്കണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് കാഞ്ഞിരപ്പലകയിൽ അടിക്കുന്ന ആണിയും കൊണ്ട് മന്ത്രവാദി ആലുവയിലേക്ക് പോയിട്ട് ആലുവ പുഴയിൽ അത് ഒഴുക്കി. പിന്നെ ആത്മാവിനൊരു മോചനമില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും കാലത്ത് ആ ആണി വലിച്ചു ഊരി കഴിഞ്ഞാൽ ആത്മാവ് വീണ്ടും പുറത്ത് ചാടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അറുകൊലകളാണ്. കാരണം അവർ മരിക്കണം എന്ന് വിചാരിച്ച സമയത്ത് മരിച്ചവരല്ല, അവരൊക്കെ കൊന്നതാണ്. അവരൊക്കെ കൊന്നു കഴിഞ്ഞാലും കാരണം അവരൊന്നും ആത്മാവിന് നമ്മുടെ സ്വർഗവാതിൽ തുറന്നു കൊടുക്കില്ല, നരകവാതിൽ തുറന്നു കൊടുക്കില്ല, ദൈവത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കില്ല. അവർക്ക് ഇവിടെ അറുകൊലയായിട്ട് ഇവിടെ കിടന്ന് നടക്കാം. അവരുപദ്രവിച്ചവരാരാണ്? ആ മണ്ണിൽ ആരൊക്കെയാണ് വരണത്? അവരൊക്കെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുക. അവർക്കോ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇവിടെ നന്നായി ജീവിക്കണമല്ലോ, ഞാൻ നിങ്ങളെ ജീവിപ്പിക്കില്ല, എനിക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹമാണ്, ശത്രുതയാണ്. പ്രത്യക്ഷത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പല സമയത്തും നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, കഷ്ടകാല സമയത്ത് നമുക്ക് പലരെ ശരീരത്തിലും പല ആത്മാക്കളും കയറും. പക്ഷേ കയറിയ ആത്മാവ് നമ്മൾ തന്നെ പല സമയത്തും പല രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന കണ്ടില്ല. പല ആത്മാക്കളും കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് അവർക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ സ്വയമായിട്ട് ഉപേക്ഷിച്ച് പോകും. അവരുടെ രീതിയിൽ നമ്മളെ കൺട്രോളിൽ കിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇതിനെപ്പറ്റി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിർത്തേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.